ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കുക്കുംബർ വിളവെടുക്കുന്നതാണ് കാണിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ടെറസിൽ ആദ്യമായിട്ട് ആണ് കുക്കുംബർ ഉണ്ടാകുന്നത്. കുക്കുംബർ ഇന്ന് വരെ ഞാൻ ഈ ടെറസിൽ വെച്ചിട്ടില്ല. താഴത്ത് പറമ്പിൽ നമ്മൾ വെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ടെറസിൽ ആദ്യമായിട്ടാണ് കുക്കുംബർ. അപ്പം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ ചട്ടിയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ശരിയാവുമോ ഇല്ലയോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വെച്ചതൊന്നും ആരെയും കാണിക്കാതിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ 2 ചട്ടിയിൽ കുക്കുംബർ വെച്ചിരുന്നത്. ഇതും ഈ ചട്ടിയിൽ 2 ചട്ടിയിൽ കുക്കുംബർ വെച്ചിരുന്നു. 2ലും കായ പിടിച്ചു കേട്ടോ, 2ലും കായ ഉണ്ടായി. അപ്പം ഇപ്പം നമ്മൾ ചട്ടിയിൽ വെച്ചപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ വിളവ് നന്നായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചട്ടിയിലാകുമ്പോൾ എനിക്ക് തോന്നുന്നു, ഞാനിപ്പോൾ ആദ്യം ഇത് വന്ന് പൂ ആയപ്പോൾ തന്നെ ഞാൻ വന്ന് പോളിനേഷനൊക്കെ ചെയ്ത് കൊടുത്തത് കാരണം അത് കറക്റ്റായിട്ട് കിട്ടി. പിന്നെ അല്ലാതെ വലുതായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇവന് വെള്ളത്തിൻ്റെയും ചട്ടിയിലായത് കാരണം വെള്ളത്തിൻ്റെയും വളത്തിൻ്റെയൊക്കെ കുറവുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇത് വെച്ചിട്ട് 1 മാസം ആകണേ ഉള്ളൂ. 1 മാസമായ കുക്കുംബർ, 1 മാസം ആയിട്ടില്ല എനിക്ക് തോന്നുന്നു. ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോഴേ തന്നെ ഇതുണ്ടായി. എനിക്ക് തോന്നുന്നു ഈ കുക്കുംബർ ഉണ്ടായിട്ട് ഒരു 6 ദിവസമേ ആയിട്ടുള്ളൂ. അവൻ പൂ വിരിഞ്ഞിട്ട് 6-7 ദിവസമേ ആയിട്ടുള്ളൂ. അവിടുന്ന് വളർന്ന് അവൻ ഇവിടം വരെ വന്നേ ഉള്ളൂ. അപ്പം ഞാനൊരു 10 കുക്കുംബർ മേടിച്ചു. 10 കുക്കുംബർ മേടിച്ചിട്ട് ഞാൻ ഈ കുക്കുംബറിനെ 2 എണ്ണത്തിന് ചട്ടിയിൽ വെച്ചു. ബാക്കിയും വെച്ചില്ല. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ബാക്കി നമ്മുടെ മേടിച്ച ആ സാധനത്തിൽ തന്നെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ 2 എണ്ണത്തിന് ഞാൻ ഇവിടെ മേളിൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ താഴത്ത് നിലത്ത് തന്നെ വെക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാൻ അവനെ അവിടെ താഴെ വെച്ചിട്ട് 2 എണ്ണത്തിന് മാത്രം ടെറസിൽ എങ്ങനെയാകുമെന്നറിയാൻ വേണ്ടി നോക്കി. അതിനെ ഞാൻ വെച്ചു. പെട്ടെന്ന് തന്നെ പൂ വന്നു കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇത് നല്ല രീതിക്ക് ഉണ്ടാവും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒരു ഇതിലോട്ട് മാറ്റി. അത് ഇതിൻ്റെ സെയിം പ്രായമാണ് കേട്ടോ. ഇത് ഞാൻ വെച്ചിട്ട് ഒരാഴ്ച കഴിയണേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ സെയിം പ്രായമാണ്. പക്ഷേ ഞാൻ ആ ട്രേയിൽ നിന്ന് മണ്ണിലോട്ട് വെച്ചിട്ട് ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുന്ന അനുസരിച്ചത് നല്ല രീതിക്കാകും എന്നുള്ളതിൻ്റെ ഒരു തെളിവല്ലേ. അപ്പോൾ പിന്നെ എനിക്കിപ്പം ഒത്തിരിയൊക്കെ കൃഷി ചെയ്യുന്നവരുടെ അടുക്കൽ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൊരു പ്രചോദനം കൊണ്ടാണ് കേട്ടോ നമുക്കിതൊക്കെ തോന്നുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പം ആയിട്ടില്ല, എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസം കൂടി ഇത് ഇടാം. പക്ഷേ 2-3 ദിവസം കൂടി ഇടാനുള്ളൊരു ക്ഷമ ഇവിടെ ആർക്കും ഇല്ലാത്തത് കാരണം ഞങ്ങൾ ആദ്യം ഇവനങ്ങ് എടുക്കുക. നമ്മുടെ കുക്കുംബർ ഇത് ഞാൻ എടുത്തില്ല എങ്കിൽ എൻ്റെ ഇത് കണ്ടോ, ഈ കാണുന്ന മുഴുവൻ നമ്മുടെ പടവലാണേ. ഈ കാണുന്ന പടവല, ഇത് കണ്ടോ, പടവലത്തിൻ്റെ ബേബി പടവല. കുഞ്ഞു കാ കണ്ടോ, ഇതുപോലത്തെ കാ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി കിടന്നിട്ട് ഇത് എൻ്റെ മക്കൾ വന്ന വഴി ഇതിൻ്റെ ഈ കുക്കുംബറിൻ്റെ ഈ കോവലയിലെ കോവക്ക ഇതൊക്കെ ഇവർ പറിച്ച് തിന്ന് കളയും. അപ്പോൾ ഞാൻ ഓർത്ത് ഒരെണ്ണമെങ്കിലും വലുതാക്കി എടുത്തിട്ട് അവർക്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ തൊടരുത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചത് കൊണ്ടാണ് ഇതിപ്പോൾ നമുക്ക് കിട്ടിയത്. പടവലങ്ങ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പടവലത്തിൻ്റെ കുഞ്ഞ് പറിച്ച് തിന്നുന്ന ആൾക്കാർ? ഇവിടെ എൻ്റെ മക്കൾ 2 പേരും ഈ പടവലത്തിൻ്റെ ഈ പരുവാകുമ്പോഴേ പറിച്ച് തിന്നും. ഒരൊറ്റ പടവലങ്ങ പോലും എനിക്ക് വലുതായി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതെങ്കിലും ഇവിടെ ഇടണമെന്നും പറഞ്ഞാണ് ഞാൻ നിർത്തിയേക്കുന്നത്. അപ്പം ഇതാണ് ഞങ്ങളുടെ കുക്കുംബർ. അപ്പോൾ ഇതൊക്കെ കാണിക്കാനാണ് ഇന്ന് വന്നത്. പിന്നെ ഇതിൻ്റെ വെക്കുന്ന രീതികൾ സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിപ്പം ചകിരിച്ചോറൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അതൊക്കെ ഉപയോഗിച്ചത് കൊണ്ടായിരിക്കും ഇത്ര നല്ല രീതിക്ക് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഇത് നിറച്ചപ്പോഴത്തേക്കും ചകിരിച്ചോറും മറ്റേ വേപ്പും പിണ്ണാക്കും എല്ലുപൊടി കടലപ്പിണ്ണാക്കിൻ്റെ പൊടിയും ഒക്കെ കൂടി മിക്സ് ചെയ്താട്ടോ ഞാനിത് നിറച്ചേക്കുന്നത്. എന്നിട്ട് ഞാൻ തൈ വാങ്ങിയത് ഇതിനകത്ത് കുഴിച്ച് വെക്കുകയത്. എന്തായാലും എനിക്ക് 10-22 ദിവസമായപ്പോൾ പറിക്കാൻ പറ്റിയെന്നുള്ളത് സത്യം. കുക്കുംബർ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കായാകും. അപ്പോൾ നമുക്ക് ചട്ടിയിൽ വെച്ചാൽ നല്ലൊരു വിളവ് തന്നെ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി എൻ്റെ ടെറസിൽ നല്ല രീതിക്ക് കുക്കുംബർ ഉണ്ടാകും. അപ്പം എൻ്റെ ഈ കുക്കുംബർ കൃഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.